ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽ ഒക്കെ SCERT സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കാണുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് കുറച്ച് മാറ്റമാണ് ഇപ്രാവശ്യം SCERT നൽകിയിരിക്കുന്നത്. കുറച്ചൊരു നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന ചാനലിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ 50 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നമ്മൾ റീഡിങ്ങിനും അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഉപയോഗിക്കുക. ആൻസർ എനി 6 ക്വസ്റ്റ്യൻ, ബട്ട് ഇൻ ക്വസ്റ്റ്യൻസ് ഓഫ് ടൈപ്പ് A or B യു നീഡ് ആൻസർ ഓൺലി വൺ ഓഫ് ദീസ്. സാധാരണ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവാറില്ല. നമുക്ക് ആക്ടിവിറ്റി 6 ചെയ്യാം, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എളുപ്പമുള്ള ഏതാ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. Question number 3 and 5 have internal choices. Attend any one from part A or part B. Okay. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Given here are some statements about the picture. ഇവിടെ നിങ്ങൾ ഒരു പിക്ചർ കണ്ടല്ലോ. ഇത് 144 എന്നാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് 144 ആണ്. അപ്പോൾ ഈ പിക്ചർ നിങ്ങൾ കണ്ടു. ഇനി ഓപ്ഷൻസ് വായിക്കാം. 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. ഇതിൽ 2 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തതെന്നാണ് ആദ്യത്തെ ഓപ്ഷൻ. നെക്സ്റ്റ് ഓപ്ഷൻ 1/3 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. മൂന്നാമത്തെ ഓപ്ഷൻ 2/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. നാലാമത്തെ ഓപ്ഷൻ 4/10 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്സിൽ ഈ ഒരു മോഡൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് വരാറില്ല. അപ്പോൾ ഇതൊരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. SCERT ഇപ്രാവശ്യം ഇങ്ങനെയാണ് ഉണ്ടാവുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കാം. ഇതിൽ 2/5 പാർട്ടാണോ അല്ലെങ്കിൽ 1/3 ഇത് എത്ര പാർട്ടാണെന്നാണ് നമ്മൾ കാണേണ്ടത്. ചോദ്യം തീർന്നിട്ടില്ല. ഇവിടെ താഴത്തതാ ഓപ്ഷൻ ഒള്ളി ഇതാണ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ഒള്ളി കറക്റ്റ്. ഫസ്റ്റ് 4th ആർ കറക്റ്റ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ആർ കറക്റ്റ്. 4th ആർ കറക്റ്റ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുക. 144 ആണ്. ഇത് എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. എന്നിട്ട് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ശരിയെന്നൊന്ന് നമുക്ക് നോക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ സർക്കിളിന് ഇവിടെ ആകെ തന്നിരിക്കുന്നത് എന്താണ് ഒരു 144 ഡിഗ്രി ഉണ്ട് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 144 ഡിഗ്രിയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. 140 ഡിഗ്രിയാണ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്രയായിരിക്കും. ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലേ. അതിൽ ഈ 144 ഡിഗ്രി മാത്രമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് വെച്ച് കാണാമല്ലോ. അപ്പോൾ ആകെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എത്രയാണ്? 144 ഡിഗ്രി. ഓക്കെ. 144 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ളത് എത്രയാണ്? ആകെയുള്ള പാർട്ട് എത്രയാണ്? 360 ആണ് അല്ലേ. അപ്പോൾ 360 ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ സർക്കിളിൻ്റെ ആകെയുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 144 ആണ് ഇവിടെ ഷെയ്ഡ് ചെയ്ത്. നമുക്ക് ഷെയ്ഡ് ചെയ്ത പാർട്ടിൻ്റെ ഫ്രാക്ഷനാണ് കാണേണ്ടത്. അപ്പോൾ 144 മൊത്തത്തിലുള്ളത് 360 ആണ്. ഇനി നമ്മൾ ഇതിനെ ചെറുതാക്കിയിട്ട് അതായത് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ആദ്യം നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ എന്തെടുക്കാം? നമുക്ക് 2 ആണ് ഇതിൽ കോമൺ ഡിവൈസർ. ഈ 144ലും 360ലും കോമൺ ആയിട്ട് പോകുന്ന ഏതാണ്? 2 ആണ്. അപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്തു. അപ്പോൾ നമുക്ക് 144ൻ്റെ ഡിവൈഡ് ചെയ്യുക 2 കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? 144ൻ്റെ പകുതി. അപ്പോൾ 72. 360 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 180 അല്ലേ. ഇനിയും നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 72 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 72ൻ്റെ പകുതി എത്രയാണ്?
36. ഇനി 180 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 90. ഇനിയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്രയാണ് 36 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 18. 19 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് 45. ഇനി നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 18ഉം 45ഉം കോമൺ ആയിട്ട് പോകുന്ന ഏതാണ് 3ലാണല്ലേ. അപ്പോൾ നമ്മൾ ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 18 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 6 അല്ലേ. 45 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുന്നത് എത്രയാണ് 45 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 15. ഇനി നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനിയും നമുക്ക് 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. കാരണം 6ലും 50ലും 3 മൾട്ടിപ്പിൾ ആണല്ലേ, കോമൺ മൾട്ടിപ്പിൾ ആണ്. ഇനി 6 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 2. 15 ഡിവൈഡഡ് ബൈ 3 എത്രയാണ് 5. അപ്പോൾ 2/5 എന്ന് നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടിയത്. എങ്ങനെ കിട്ടിയതെന്ന് നിങ്ങൾക്കറിയാലോ. 144 അതായത് ഇവിടെ തന്നിട്ടുണ്ട് 360 ആണ് ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് നമുക്കറിയാം. അതിനെ നമ്മൾ ചെറുതാക്കി നമ്മൾ എവിടെ എത്തിച്ചു? ആദ്യം നമ്മൾ 72 180 ആക്കി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പിന്നെ നമുക്ക് 36/90 വന്നു. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്തത്? പിന്നെയും ഡിവൈഡ് ചെയ്തപ്പോൾ 1845 വന്നു. പിന്നെയും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നത്? 6/15 വന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 2/5 വന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ഫസ്റ്റത്തെ ആണോ കറക്റ്റ്? 2/5 പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് കറക്റ്റഡ് ഷെയ്ഡഡ്. ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട് 4/10. ഇവിടെ 4/10നെ നമുക്ക് എന്ത് ചെയ്യാം? 4/10 നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തായി? 2/5 ആയില്ലേ. അപ്പോൾ ഈ ഓപ്ഷനും ശരിയാണ്. 4/10 പാർട്ടൊന്നും പറഞ്ഞാലും ശരിയാണ്. ഇതിൽ ഫ്രാക്ഷന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കൂടി ഇതും ഏറെക്കുറെ ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഒന്നാമത്തെ ഓപ്ഷനും നാലാമത്തെ ഓപ്ഷനും ശരിയാണ് എന്നുള്ള ബി ഓപ്ഷന് നമുക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. നിങ്ങൾ സമയമെടുത്ത് മനസ്സിലാക്കി ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ചെയ്യാൻ അറിയാലോ. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത് വരയ്ക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ ശ്രമിക്കുക ഈ ഒരു മെഷർമെൻറ്റിൽ. അപ്പോൾ ഇവിടെ 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ടൊരു പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. പ്രൊട്രാക്ടർ ഇവിടെ വെച്ചിട്ട് നമ്മൾ 90 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഓക്കെ. എന്നിട്ട് നമ്മളെന്താ ചെയ്യേണ്ടത്? ഒരു സ്കെയിലിൽ 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മുടെ കോമ്പസ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വരയ്ക്കുക. കോമ്പസ് എടുത്ത് ഇവിടെ വരച്ചിട്ട് 4 അടയാളപ്പെടുത്തുക. എന്നിട്ട് ഇത് രണ്ടും യോജിപ്പിക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ വെച്ചിട്ട് ഇവിടെ പ്രൊട്രാക്ടർ എടുത്തിട്ട് 60 ഡിഗ്രി ഇവിടെ വെക്കുക. ഓക്കെ. 60 ഡിഗ്രി വെച്ച് അതും നമ്മൾ കൂട്ടി യോജിപ്പിക്കുക. അത് നിങ്ങൾക്ക് അറിയാലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. What are the measures of the sides of a rectangular block given whose volume is 48 cubic centimeter? അപ്പോൾ ഒരു റെക്ടാങ്കുലർ ബ്ലോക്കിൻ്റെ വോളിയം എന്ന് പറയുന്നത് 48 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും വിഡ്ത്തും ഏതാണെന്നാണ്. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കിയിട്ട് ഇതിലേതാണ് 48 കിട്ടുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക 4 ഇൻറ്റു, അതായത് വോളിയം എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും ഗുണിച്ചതാണ് അല്ല, ഇൻറ്റു ചെയ്തതാണ്. അപ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് 48 കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പിന്നെ ഇവിടെ 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് 12 ഇൻറ്റു 3 2 ഇൻറ്റു 3 6 1 ഇൻറ്റു 3 36. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ അല്ല, 36 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷന് നോക്കാം. രണ്ടാമത്തെ 6 ഇൻറ്റു 4 എന്ന് പറയുന്നത് എന്താണ്? 24 ആണ്. 24 ഇൻറ്റു 2 ഇൻറ്റു 4 8 2 ഇൻറ്റു 2 4 48. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന 48 ആണ്. അപ്പോൾ നമുക്ക് 48 ആണ് ഉറപ്പിക്കുക. ഇനി അടുത്തതൊന്നും കൂടി നോക്കാം.
3-4 ഓപ്ഷൻ തന്നിട്ടുണ്ടോയെന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ആദ്യത്തേത് നമ്മൾ 36 കിട്ടി, രണ്ടാമത്തെ 48 കിട്ടി, മൂന്നാമത്തേത് 6 × 4 × 3. അപ്പോൾ 6 × 4 എന്ന് പറയുമ്പോൾ 24, 24 × 3 72 ആണ് കിട്ടിയത്. അപ്പോൾ അതും തെറ്റാണ്. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 4 × 4 × 4. അപ്പോൾ 4 × 4 എന്ന് പറയുമ്പോൾ 16, 16 × 4 എന്ന് പറയുന്നത് 64 ക്യൂബിക് മീറ്ററാണ്. അപ്പം അതും തെറ്റാണ്. അപ്പം ശരിയായ ഉത്തരം ഏതാണ്? രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത്. അപ്പോൾ 6 × 4 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് 3 ഇൻറ്റു ചെയ്താൽ നമുക്ക് 48 കിട്ടണ ആ ആൻസറാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പം വോളിയം നമ്മൾ ചെയ്താണ്, ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ നമ്മൾ കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതറിയാം. ഓക്കെ, ഇനി അടുത്ത എ റെക്ടാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വേറിയം ഹോൾഡ്? അപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ ഇന്നർ ലെങ്ത്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വോളിയം കാണാം. പക്ഷേ അത് കണ്ടതിന് ശേഷം ഇവിടെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ്, അത് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് ലിറ്റേഴ്സ് ആയിട്ടാണ്. അപ്പോൾ നമ്മളത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കുക. എ റെക്ടാങ്കുലർ അക്വേറിയം ഹാസ് ഇന്നർ ലെങ്ത് 50 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 40 സെൻറ്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 25 സെൻറ്റിമീറ്റർ. ഹൗ മച്ച് വാട്ടർ ഇൻ ലിറ്റേഴ്സ് വിൽ ദാറ്റ് അക്വേറിയം ഹോൾഡ്? അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു, അതായത് ഇവിടെ ലെങ്ത് 50 ആണ്, ബ്രെഡ്ത്ത് 40 ആണ്, പിന്നെ 25 ആണ്, അത് തന്നിട്ടുണ്ട്. അപ്പം കാൽക്കുലേറ്റ് ദ വോളിയം ഓഫ് ദ വോളിയം എന്ന് പറയുന്നത് ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി 50 × 40 എന്ന് പറയുമ്പോൾ എത്രയാണ്? 0, 0 നമ്മളിട്ടു. 5 × 4 എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ 2000 × 25. 2025 എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ സീറോസ് ഇട്ട് കൊടുക്കുക. സീറോസ് നമ്മളിവിടെ ഇട്ടു. 2 × 25, 25നെ 2 പ്രാവശ്യം ഗുണിച്ചാൽ എത്രയാണ്? 50 ആണല്ലേ. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ തീർന്നിട്ടില്ല. കൺവേർട്ട് ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ടു ലിറ്റേഴ്സ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ. നമ്മൾ പഠിച്ചതാണല്ലേ, 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ. ഇവിടെ എത്ര ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ട്? 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 50,000 ഡിവൈഡഡ് ബൈ 1000 ലിറ്റേഴ്സ്. അപ്പോൾ നമുക്ക് 50 ലിറ്റേഴ്സ് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ദ അക്വേറിയം വിൽ ഹോൾഡ് 50 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു മൂന്നാമത്തെ പാർട്ടും കൂടി ഉണ്ട്. How many liters of water are needed to fill the aquarium up to height of 20 centimeter? അപ്പോൾ നേരത്തെ ഇവിടെ തന്നിരിക്കുന്ന എത്രയാണ്? 25 സെൻറ്റിമീറ്ററിൻ്റെ ആയിരുന്നു. ഇനി 20 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 25 ആയതാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 50,000 ക്യൂബിക് സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഈ അക്വേറിയത്തിൻ്റെ ഹൈറ്റ് ഒരു 20 ആയാൽ എത്ര ഇരിക്കുന്നു? അപ്പോൾ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തൊക്കെ സെയിം തന്നെ, ഹൈറ്റിൽ ഡിഫറൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാലോ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ന്യൂ ഹൈറ്റ് അല്ലേ. ലെങ്ത്ത് എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആണ്, ന്യൂ ഹൈറ്റ് എത്രയാണ്? 20 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ നേരത്തെ ചെയ്ത് 25 ആണ്, അത് മാറി 20 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ അക്വേറിയം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ 50 × 40 2000, 2000 × 20 സെൻറ്റിമീറ്റർ, 2000 × 20 എന്ന് പറയുമ്പോൾ 40,000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ ലിറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 40,000നെ നമ്മൾ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോസ് കട്ട് ചെയ്തു, പിന്നെ ഉള്ളത് എന്താണ്? 40 ആണ്. അപ്പോൾ 40 ലിറ്റേഴ്സാണ്. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 40 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആർ നീഡഡ് ടു ഫിൽ ദ അക്വേറിയം ടു ഹൈറ്റ് ഓഫ് 20 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതിന് 3A ആൻഡ് 3B ഉണ്ട്. യു നീഡ് ഓൺലി ടു ആൻസർ 1 ഓഫ് ദം. A ക്വസ്റ്റ്യനും ഉണ്ട്, B ക്വസ്റ്റ്യനും ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം.
ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺസ് ഗിവൺ ബിലോ. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ റീസണും ഉണ്ട്. എന്താണ് അനദർ ഫോം ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് അനദർ ഫോം ഓഫ് 1/3 വിത്ത് 15 ആസ് ഡിനോമിനേറ്റർ ഹിസ് 5/15. ഇഫ് 1 and 3 in 1/3 is multiplied by 5, we get 5/15. അതായത് ഒരു അനദർ ഫോം ഓഫ് 1/3ൻ്റെ വേറൊരു ഫോമാണ് 5/15 എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിവിടെ അതിൻ്റെ റീസൺ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1/3 ഈസ് മൾട്ടിപ്പിൾഡ് ബൈ 5, 3 ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 5. അങ്ങനെയാണ് 5/15 കിട്ടിയത് എന്ന്. അപ്പോൾ ആ റീസൺ ശരിയല്ലേ? ആ റീസൺ ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 1/3നെ ഒരു ഈക്വലൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്ററിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 3നെ 15 കിട്ടാൻ നമ്മൾ എന്തുകൊണ്ടാണോ ഇൻറ്റു ചെയ്തത്, 3നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് നമുക്ക് 15 കിട്ടിയത്. അതേ 5 കൊണ്ട് തന്നെ നമ്മൾ ന്യൂമറേറ്ററും ഇൻറ്റു ചെയ്യണം നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാലേ നമുക്ക് ഈക്വൽ ആയിട്ടുള്ള ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഫ്രാക്ഷന് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വായിച്ച് നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് നോട്ട് കറക്റ്റ്. പക്ഷെ അത് തെറ്റല്ലേ? സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, ഇവിടെ റീസണും കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ നോട്ട് കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റും റീസണും കറക്റ്റ് അല്ല എന്ന് പറയുന്നത്, അപ്പോൾ അതും ശരിയല്ല. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ്. ഇവിടെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് അല്ല, പക്ഷെ റീസൺ കറക്റ്റ്, അതും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്, റീസണും കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് 2 ഫോംസ് ഓഫ് 1/3 ആൻഡ് 1/5 ദാറ്റ് ഹാവ് ഡിനോമിനേറ്റർ ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. അപ്പം 1/3ൻ്റെയും 1/5നും സെയിം ഡിനോമിനേറ്റർ ആവണം. ഡിഫറെൻറ്റ് ഫോമിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1/3ൻ്റെ നമുക്ക് ഡിഫറെൻറ്റ് ഫോമിൽ 1/3, അപ്പോൾ സെയിം ഡിനോമിനേറ്റർ കിട്ടണം. അപ്പോൾ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, 1 × 2 2/6. ഇനി നമുക്ക് 1/3ൻ്റെ വേറൊരു ഫോം 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. രണ്ടും ഒരേപോലെ നമ്മൾ ഇൻറ്റു ചെയ്യണം. 1 × 3 3, 3 × 3 9. അപ്പോൾ 1/3ൻ്റെ ഡിഫറെൻറ്റ് ഫോം എന്ന് പറയുന്നത് 2/6 3/9. ഓക്കെ, 1/3ൻ്റെ കിട്ടി. ഇനി നമുക്ക് 1/5 ആണ്. ഓക്കെ, 1/5ന് നമുക്ക് എന്ത് ചെയ്യാം? 1/5ന് നമുക്ക് 2 കൊണ്ട് ആദ്യം ഇൻറ്റു ചെയ്യാം. രണ്ടും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പം 2/10. ഇനി 1/5നെ നമുക്ക് 3 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെയോ 3/15. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. ഇനി അടുത്തത് 52 kilograms ഓഫ് റൈസ് ഈസ് പാക്ഡ് ഈക്വലി ഇൻ 8 പാക്സ്. ഹൗ മെനി kilograms ഓഫ് റൈസ് വിൽ ബി ഈച്ച് പാക്കറ്റ്? അപ്പോൾ നമുക്ക് റൈസ് എത്രയാണ്? വെയ്റ്റ് ഓഫ് റൈസ് 52 kilogram ആണ്. നമ്പർ ഓഫ് പാക്സ് എന്ന് പറയുന്നത് 8 ആണ് അല്ലേ? അപ്പോൾ ഹൗ മെനി കിലോഗ്രാം ഓഫ് റൈസ് ഇൻ ഈച്ച് പാക്കറ്റ്? ഒരു പാക്കറ്റുകളിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 52 ഡിവൈഡഡ് ബൈ 8. 52 ഡിവൈഡഡ് ബൈ 8 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 52 ഡിവൈഡഡ് ബൈ 8 നമ്മൾ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? നമ്മൾ 2 6 കിട്ടും. 8നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും. എഗെയിൻ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 26 ഡിവൈഡഡ് ബൈ 2 13. 4 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 2. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 13/2 ആണ്. നമ്മുടെ ആൻസർ എത്രയാണ്? 13/2.